വെറുതെ അടിക്കുക. നമ്മുടെ എത്രാമത്തെ വയസ്സിലെ കല്യാണം? 18ാമത്തെ വയസ്സില്. ചെറിയതിന്റെ 26. കിട്ടിയടത്തോളം കാര്യങ്ങൾ നോക്കുമ്പോ ദൈവത്തിന് നന്ദി പറയും. അതേ ഞാൻ വിചാരിക്കാറുള്ളൂ. ഹലോ, അപ്പോ പാർട്ട് 2 നമ്മള് അടുത്ത ഇതായിട്ട് ഇടാൻ പോവാണ്. കുറെ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പൊ പാർട്ട് 2 ഞാൻ ജസ്റ്റ് വേഗം തീർക്കാൻ നോക്കാട്ടോ, കുറെ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അങ്കിൾ ആൻഡ് ആന്റിയുടെ മാരേജ് സ്റ്റോറി. അതിപ്പോ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ ഫുഡ് വേൾഡിൽ ഇട്ടാ മതി. തൽക്കാലം എന്തെങ്കിലും ഒരു മാരേജ് സ്റ്റോറി, നമ്മുടെ വയസ്സ് എത്രയിലാ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ അടുത്ത് വരും. അടുത്ത മാസം April 16 ഇവരുടെ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. April 20th ഞങ്ങളുടെ 16th വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഫുഡ് വേൾഡിന് നിങ്ങളുടെ മാരേജ് സ്റ്റോറി ഒക്കെ എല്ലാം റെഡി ആവട്ടെ. അപ്പൊ ഇത് തൽക്കാലം നമ്മുടെ എത്രാമത്തെ വയസ്സിലെ കല്യാണം? 18ാമത്തെ വയസ്സില്. ചെറിയതിന്റെ 26, 27 ആയിട്ടില്ല അല്ലേ? 6 വയസ്സ്, 6-7 വയസ്സ്, 8 വയസ്സ്. പിന്നെപ്പോ എന്താ അന്നൊക്കെ പറഞ്ഞാൽ ഒരാള് പൊന്നാനി, മറ്റാള് ഒറ്റപ്പാലം. ഒറ്റപ്പാലല്ല, 22 കിലോമീറ്റർ അല്ലെ? എത്രയല്ലോ ജാതകമൊക്കെ നോക്കിട്ട്. അതെ, 20 വയസ്സില് അങ്ങനെയൊക്കെ അല്ല. അങ്ങനെ എന്റെ രണ്ടാമത്തെ പെണ്ണാണ്. എന്റെ ആദ്യത്തെ പെണ്ണുങ്ങളല്ലേ? അതെ, നമ്മുടെ ആദ്യത്തേല് കഴിഞ്ഞു, ഇന്ത്യ ആദ്യത്തേല് കഴിഞ്ഞു. കൊള്ളാലോ. എന്റെ സെക്കൻഡ് ആയിരുന്നു. അതെ, ഓ അത് ശരി. അതൊക്കെ പിന്നെ നമുക്ക് ഒരു ഫുൾ ഇതായിട്ട്. ഇനി അടുത്ത അതേ ക്വസ്റ്റ്യൻ, ഭാഗ്യമുള്ളവർക്ക് ഇത്രയും ഫ്രണ്ട്ലി ആൻഡ് ഫാമിലി ആയിട്ടുള്ള മരുമക്കളെ കിട്ടും. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതൊക്കെ ഒരു നിമിത്താണ്. അതെ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു. അല്ലാത്തവരെ കിട്ടിയാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയല്ലേ. അതെ അതെ, പറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. കിട്ടിയടത്തോളം കാര്യങ്ങൾ നോക്കുമ്പോ ദൈവത്തിന് നന്ദി പറയും. അതേ ഞാൻ വിചാരിക്കാറുള്ളൂ. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണ്? ഇവരുടെ വീഡിയോസും എൻ്റെ വീഡിയോസും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് മൊവാവി സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി ഐഫോൺ ആകുമ്പോൾ മാക്കാണ് കുറച്ചും കൂടെ നല്ലത്. മാക്ക് നമ്മൾ വാങ്ങും. അത് പഠിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ അച്ഛന് എഡിറ്റിംഗ് പഠിക്കണം. പക്ഷെ ഞങ്ങൾക്ക് അത് ഒന്ന് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം വേണ്ടേ? അച്ഛനെ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അച്ഛൻ അവിടെ നിങ്ങടെ അയക്കും, എന്നിട്ട് ഇവിടുന്ന് ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പൊ അവൾക്ക് സമയം കിട്ടില്ല. അപ്പൊ കുറച്ച് ഡിലേ ആവും ചിലപ്പോ ചില ദിവസം. അതുകൊണ്ടാണ് ചില ദിവസം ഒന്നും ഇടാൻ പറ്റാത്തത്. പക്ഷെ അച്ഛനെ അവിടെ കൊണ്ടുവച്ചാലും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഞങ്ങൾക്ക് ചില 2-3 ദിവസമൊക്കെ അങ്ങോട്ട് എൻഗേജ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപ്പോഴും വിഷമമുണ്ട്. എന്നാലും എപ്പോഴേലും ഒന്ന് എഡിറ്റ് ചെയ്യാം, ഒന്ന് പഠിക്കണം. ഇത് ശരിക്കും ഒരു ജോലി മാതിരി ചെയ്യേണ്ട തന്നെയാണ്. അതാണ് അതിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ. പക്ഷെ നമുക്ക് ആ ഏജ് നമ്മള്. അടുത്ത ക്വസ്റ്റ്യൻ, സൊപ്പു ആംബിഷ്യസ് ആയിരുന്നോ ആസ് എ ടീനേജർ? ആംബിഷൻ വലിയൊരു ആംബിഷ്യസ് ഒന്നും ആയിരുന്നില്ല. അത്ര ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ ഗീതു ആയിരുന്നു കേട്ടോ. ഗീതു ചെറുപ്പം മുതലേ അവൾക്ക് MCA, അവളുടെ ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു MCA. അത് അവള് എടുത്തു. ടീച്ചർ ആവണമെന്നും ഉണ്ടായിരുന്നു. നന്നായി പഠിപ്പിക്കായിരുന്നു. അത് പിന്നെ ഞാനിങ്ങനെ കുറെ നെറ്റൊക്കെ എഴുതാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അവൾക്ക് കമ്പ്യൂട്ടറിലായി. അങ്ങനെ ആവണം. പിന്നെ സ്വപ്നക്ക് ഇങ്ങനെ അങ്ങനെ പഠിപ്പിച്ചില്ല, പഠിച്ചു. അവൾക്ക് പഠിക്കാൻ പോലും കലാക്ഷേത്രയില്. പക്ഷെ അന്ന് എന്താ വെച്ചാല് നമ്മള് അങ്ങനെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക ആ ഒരു കാലത്തെ പാട്ട് പഠിപ്പിച്ചാ പോരെ, അത് എപ്പോഴും പാടാലോ. ഇപ്പൊ 70 വയസ്സായവരും കൂടി ഡാൻസ് ഒക്കെ പഠിക്കുന്നു. അപ്പൊ എനിക്ക് അന്നും ഇങ്ങനത്തെ ഫീൽഡൊക്കെ തന്നെയായിരുന്നു. അതായത് ഡ്രസ്സിങ്, ഡാൻസ്. ഗീതുവിന് അത് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഈ ഡ്രസ് ചെയ്യാതെ. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു അത്. എങ്ങനെയോ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷെ അവൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ അടുത്ത് ഒരുപാട് പേര് വരും, മിത്തുക്കുട്ടീനെ എല്ലാവരും പറയും ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുമ്പോൾ എന്താ ചേച്ചി മിത്തുക്കുട്ടീനെ ക്ലാസിക്കൽ പഠിപ്പിക്കും, നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഡാൻസ് ചെയ്തൂടെ ക്ലാസിക്കൽ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾക്കൊക്കെ ഉള്ള ഒരു പൊട്ട കോൺസെപ്റ്റ് ആണ്. അതായത് അമ്മമാർക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ മക്കളെയും. മിത്തുവിന് ക്ലാസിക്കലേ ഇഷ്ടമല്ല, മിത്തു ആ ഏരിയയിലേ ഇഷ്ടമില്ലാത്ത ആളാണ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അവൾക്ക് അതല്ലാതെ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ അതില് ഫോക്കസ് ചെയ്യട്ടെ. വെറുതെ പിന്നെ ചേച്ചി എന്താണ് വിശേഷം? നാട് മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇവര് ഇവിടെ ഉള്ളതുകൊണ്ട് നാട് മിസ് ചെയ്യണില്ല.
നാട്ടില് നല്ല ചൂടാണ്. നാട്ടിലേക്ക് പോവാതിരിക്കും. അപ്പൊ നാട്ടിലെന്തായാലും നമ്മള് വെക്കേഷൻ ആകുമ്പോ പോവും. അപ്പൊ രസമായിരിക്കും. ഹൗ ആർ യു സ്റ്റേയിങ് ഓൾവേസ് positive and energetic? I like your positive attitude. Any secret behind your positive attitude? ഒരു സീക്രറ്റും ഇല്ല. ഇതല്ലേ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോവാ, പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇത്ര നല്ല മക്കളായി നിങ്ങളെ എങ്ങനെ വളർത്തി, അതൊക്കെ അങ്ങോട്ട് വളർന്നു ചെയ്യാറ് അല്ലേ? ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ കാര്യം നോക്കിയിട്ട് അല്ലേ. മിത്തുക്കുട്ടി പടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഈ പ്രായത്തിലെ കുട്ടികളുടെ ഒരു അല്ലേ ഇതാണ്, മുത്തശ്ശ വയസ്സായാലും എപ്പോഴായാലും നമ്മള് നമ്മുടെ ബിസിനസ് നോക്കിയിരുന്ന അല്ലെ, എന്താ പറയാ, വയസ്സായാലും ഇപ്പൊ മുത്തശ്ശ 10 കൊല്ലം കഴിഞ്ഞാല് ആ വയസ്സായിട്ട് മുത്തശ്ശന്റെ ബിസിനസ് നോക്കി കറക്റ്റാണ് അവള് പറഞ്ഞത്. ഇപ്പത്തെ ജനറേഷന്റെ ഒരു ഇതാണ്, ആരെ നമ്മളതൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മള് തന്നെ ഈ വലിയ വായിലെ വർത്താനം കേട്ടിട്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെ. അതായത് മറ്റൊരാളെ പോയി ചൊരുങ്ങിയപ്പോ നമ്മള് പറയില്ല എപ്പോഴും എങ്ങനെ പോസിറ്റീവ് ആയിരിക്കും ചോദിച്ചാൽ ഇതാണ് പറഞ്ഞു, അത് വയസ്സായ അങ്ങനെയാണ്, അതിപ്പോ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മുടെ ബിസിനസ് നോക്കിയിരിക്കുക, മറ്റൊരാളുടെ ലൈഫിൽ ഇന്റർഫെയർ ചെയ്യാതിരിക്കുക. അവളതാണ് ഉദ്ദേശിച്ചത്. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, അയാൾ അങ്ങനെ നടക്കണേ, ഇയാൾ ഇങ്ങനെ, ഇയാൾ എന്തിനാ ഈ ഡ്രസ് ഇട്ട്, ഒരു ഭംഗിയില്ലല്ലോ ഈ വേഷം. ഇംഗ്ലീഷിൽ വരെ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടണ്ട. എന്താ ആവശ്യമുണ്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് വെറുതെ? അപ്പൊ മറ്റൊരാൾക്കും ബുദ്ധിമുട്ടല്ലേ? പറഞ്ഞ മീനിങ് അതേ ഉള്ളൂ. വയസ്സാവുമ്പോ അങ്ങനെ ചെയ്യാം, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിരിക്കാൻ തോന്നും. ഇപ്പൊ ഞാന് ഇപ്പൊ അമ്മ ഇപ്പൊ എപ്പോഴും ഇന്റെ കാര്യത്തിൽ ഇന്റർഫെയർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കാര്യത്തിൽ ഇന്റർഫെയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, അപ്പൊ അത് ഞാൻ പറയണ പോലെ അവർക്ക് നടക്കാൻ പറ്റില്ല, അവര് പറയണ പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടും, പ്രശ്നങ്ങൾ വരും, നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മിണ്ടായിരിക്കും. അത് ഈ ഇടപെടൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക. അതിപ്പോ സ്വന്തം പാരന്റ്സ് ആണെങ്കിലും ശരി, ആവശ്യത്തിൽ കൂടുതൽ ഒരാളുടെ ഇതില് ഇടപെടൽ, ലൈഫിൽ ഇടപെടാതെ. കുട്ടികളായാലും അതെ, അവരുടെ ലൈഫിൽ എന്തിനാ നമ്മൾ ഇടപെടുന്നത്? നമ്മള് ജസ്റ്റ് ഒന്ന് പോവുക, വരിക, അവരുടെ ജീവിതം. അപ്പൊ രണ്ടുപേരെയും ലൈഫ് നെഗറ്റീവ് ആയി പോകും. അത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. കുട്ടിക്കാലത്ത് സ്വപ്ന ചേച്ചി ചെയ്ത മറക്കാനാകാത്ത കുസൃതി? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. രണ്ടാളും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോ എന്താ പറയുക, സ്കൂളിൽ പോകും. പിന്നെ ലോങ് വെക്കേഷൻ ഒരു ശനി ഞായറായ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അവിടെ പിന്നെ ഇഷ്ടം പോലെ കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു വികൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വികൃതി അത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് തന്നെ തോന്നുന്നത്, ദൈവമേ ശരിക്കും ഇങ്ങനെയാണോ, എല്ലാവരും വികൃതിയാണോ? ഞങ്ങളിങ്ങനെ ടീച്ചറും കുട്ടിയായിട്ട് കളിക്കുക, ചോറും കൂട്ടാനും വെക്കുക, പിന്നെ വീട്ടില് ഗസ്റ്റ് ആയിട്ട് വരുമ്പോ കിടത്തി ഉറക്കുക, അങ്ങനത്തെ ഒക്കെ കളിയായിരുന്നു ഞാനും ഗീതും ഞങ്ങള് കസിൻസും. അല്ലാതെ ഞങ്ങൾ അടി കൂടുക അങ്ങനെ ഒരു അതുപോലെയാണ് മിത്തും മാധവും. ആ ഞങ്ങള് കസിൻസും ഞങ്ങൾ ഉണ്ടായിരുന്ന അതേ റിലേഷനാണ് മിത്തും മാധവുമായിട്ട്. മിത്തു സത്യം പറഞ്ഞ അടി കൂടാത്ത ഏക വ്യക്തി മാധവാണ്. ബാക്കി എല്ലാവരുമായിട്ട് മിത്തുവിന് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മിത്തു മാധവും ഭയങ്കര കൂട്ടാണ്. കാരണം അത് ഒരുപക്ഷെ ഈ മാധവ് ഭാവായതുകൊണ്ട് ആയിരിക്കും മിത്തു ചേച്ചി പറയണതിനപ്പുറം ഒരു ലോകം അവനില്ല. അതിന്റെ ലോകം തന്നെ മിത്തു ചേച്ചിയാണ്. സ്ട്രിക്റ്റ് ആരാണ്, അച്ഛനോ അതോ അമ്മയോ? എല്ലാ കാര്യത്തിലും ഇൻക്ലൂഡിങ് സ്റ്റഡീസ്. അത് അമ്മ തന്നെയായിരുന്നു പണ്ട്. അച്ഛൻ വല്ലപ്പോഴല്ലേ വരുള്ളൂ, അച്ഛൻ ഒന്നും പറയില്ല. കുട്ടികളോട് ഞാൻ മാധവനോടൊക്കെ മിത്തുവിനോട് പിന്നെ പഠിക്കേണ്ട കാര്യത്തിൽ പറയാം. മാധവനോട് ഞാൻ പറയും, അമ്മേനെ വല്യമ്മേനെയൊക്കെ അടിച്ച വടി ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവനെ അതിശയാണ് അതൊക്കെ കേൾക്കുമ്പോ. ഗീതു തീരെ അടിക്കാറില്ല, അങ്ങനെയൊന്നും അടിക്കില്ല അവള്. അവള് നല്ല പോലെയൊക്കെ പറഞ്ഞ് ഒക്കെയാണ് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ പറയും ഞാൻ പഠിപ്പിക്കണേ. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പഠിക്കുന്നതിനും അതെ. അച്ഛൻ പിന്നെ ഞങ്ങൾ അച്ഛനോടാണ് വിളിച്ചു ചോദിക്കുക. അമ്മോട് പറയണേക്കാളും മുന്നേ അച്ഛനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് പറയാം. അത് അച്ഛനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് ഇനി അമ്മ അങ്ങോട്ട് സമ്മതിച്ചാൽ മതി എന്നാണ് ഞങ്ങള് പറയാറ്. അച്ഛനൊന്നും പറയില്ല. അച്ഛനോട് എന്ത് പറഞ്ഞാലും അച്ഛൻ തിരിച്ച് നോ പറയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അച്ഛന് മൊബൈലൊക്കെ വന്നപ്പോലെ അച്ഛനോട് ആദ്യം മെസ്സേജ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അമ്മോട് സമ്മതം വാങ്ങല്ലേ വേണ്ടു. പിന്നെ അച്ഛൻ സമ്മതിച്ച പിന്നെ അമ്മയ്ക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. അതിനെന്താ വെച്ചാൽ അച്ഛൻ വന്ന 1 മാസം കഴിഞ്ഞാൽ പോകും. ബാക്കി 11 മാസം ഞാനല്ലേ നോക്കണ്ടേ. അതിപ്പോ ഈ പെൺകുട്ടികളെ നോക്കുന്ന അമ്മമാർക്ക് അറിയുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അമ്മ നോക്കിയത് ശരിയായില്ല എന്ന് എവിടെ കേൾക്കുള്ളൂ. പക്ഷെ നമ്മളതില് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു പിഴവ് കൊണ്ട് കുട്ടികൾ ചീത്തയായി പോയാൽ അത് അപ്പോഴും ഈ നോക്കിയതിനൊന്നും ഒരു ഇതുണ്ടാവില്ല. അമ്മ തന്നെയാണ് അതിന് മെയിൻ കാരണം എന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ കഴിയുന്നതും അങ്ങനെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എന്നാൽ എല്ലാ ഫ്രീഡവും കൊടുത്തിരുന്നു. അപ്പം നല്ല അടി നല്ല ചീത്ത ഒക്കെ കിട്ടിയിരുന്നു. നല്ല അടി നല്ല ചീത്ത. പക്ഷെ എന്നാ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാ ടൂറിനും വിട്ടിരുന്നു. ഒരു ടൂർ പോലും ഞാൻ പോവാത്തില്ല. പിന്നെ സിനിമയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ സിനിമ അങ്ങനത്തെ സ്ട്രിക്റ്റ് ഒന്നും അതുകൊണ്ട് എന്തായി അറിയാം, അവർക്കൊരു ഗുണം എവിടേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള തന്റെ ഇടം വന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ മറന്നുപോയത്. അതുവരെ ഞാനിപ്പോ ചെന്നൈക്കാണെങ്കിലും കോഴിക്കോട് അല്ലെ പഠിക്കാൻ അതെ. എന്താ വെച്ചപ്പോ ഞാനും ചെറിയ കുട്ടിയാവുമ്പോ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് പോയിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ചൊരു ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഒപ്പം അച്ഛനൊന്നും പറയില്ല സിനിമയ്ക്ക് പോവുക പറഞ്ഞാൽ ഓക്കെ. എന്താ വെച്ചാൽ നമ്മളവിടെ പോയി ടിക്കറ്റും കൂടി എടുക്കില്ല കേട്ടോ. എൻ്റെ അത്രയും ടിക്കറ്റ് ഞങ്ങൾക്ക് കൊണ്ടുത്തരുക ചെയ്യുക തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക്. എന്താ വെച്ചാൽ അത്രയും അറിയുന്ന എല്ലാവരും അറിയും ആ ഞങ്ങളുടെ ഫാമിലീനെ. അപ്പോൾ അവർക്കും ധൈര്യമുണ്ട്, ഞങ്ങൾ ഒരു കള്ളത്തരം കാണിച്ചാൽ അപ്പോൾ അത് വീട്ടിലറിയും. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ കൂടി വളർത്തിയോണ്ടാവാം എനിക്ക് ഇവരെയും അങ്ങനെ വളർത്താൻ പറ്റിയത്. അങ്ങനെ അടച്ചിട്ട് വളർത്തുന്നവർക്കാണ് ഈ പൊട്ടിച്ചെറിയാനുള്ള ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ ബസ്സിൽ പോകുന്ന 1 കിലോമീറ്റർ പോയിട്ട് വേണം ലൈൻ ബസ്, പിന്നെ 3 ബസ് മാറി കയറിയിട്ട് വേണം സ്കൂളിലെത്താൻ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലാവുന്നില്ല ട്യൂഷൻ. അപ്പൊ അത് ട്യൂഷൻ എവിടെ സ്കൂളിന്റെ അടുത്താണ്. 6 മണിക്ക് പോകണം. 6 മണിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വന്നാൽ അവിടെ പറയും ഒന്ന് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കാറോ സ്കൂട്ടറോ ഒന്നുമില്ല. വൈകിട്ട് എന്ന് പറഞ്ഞാൽ ലൈൻ ബസ്സിൽ 2 ചില ദിവസം 3 ബസ് ആണ്, ചിലപ്പോൾ 2 ബസ് കയറിയിട്ട് മാറി കയറി അവിടെ വന്നിറങ്ങിയിട്ട് ഈ 1 കിലോമീറ്റർ നടന്നു വരണം. ചിലപ്പോ ഈ വൈകുന്നേരം ഇപ്പൊ ഈ മഴക്കാലത്ത് ഫോണില്ലല്ലോ ഇപ്പൊ. ഞാൻ ആലോചിക്കും ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ മിത്തുവിനൊന്നും എനിക്ക് വിടില്ല, ഇപ്പോഴും ഞാൻ വിടില്ല. പക്ഷെ ഞാൻ ആലോചിക്കും മിത്തുവിന്റെ പ്രായത്തിൽ ഞാൻ ഈ ഇടി മഴ എടുത്ത് 30 കിലോമീറ്റർ ഒറ്റയ്ക്ക് വരുന്ന ഫോൺ പോലില്ല, അമ്മയ്ക്ക് അറിയ പോലില്ല ഞാൻ അവിടെ എത്തി വന്നിട്ടല്ലേ തിരിച്ചു വരണ്ടേ. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കും ദൈവമേ മിത്തൊക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അറ്റാക്ക് വന്ന് പോകുന്നുള്ളത് ഞാൻ പറയും. അന്നിപ്പോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങിയാൽ അങ്ങനെ ഒരു വീടുകൾ പോലും ഇല്ല. ഒരു സ്ഥലം കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ വരെ വീടില്ല. പേടിച്ചിട്ട് ഇന്നൊക്കെ അത് ഒരുപാട് മാറി. ഇന്നൊക്കെ നല്ല സുഖല്ലേ, എല്ലാവർക്കും സ്കൂട്ടർ, എല്ലാ കുട്ടികളും സേഫ് ആണ്. കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടല്ലേ. സ്ട്രിക്റ്റ് എന്തിനായിരുന്നു? വെറുതെ അടിക്കുക. അതിപ്പോ ഇവർക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ പ്രേക്ഷകരില് എങ്ങനെ ഭർത്താവ് ഒപ്പമില്ലാതെ മക്കളെ മാത്രം വളർത്തുന്ന അല്ലാതെ പുറത്തേക്ക് വിടുന്നതിന് അങ്ങനത്തെ അടി ഫ്രണ്ട്സിന് അതൊരു പ്രശ്നമല്ല. കുറെ ആൾക്കാർ പറയും പഠിക്കണേനും സ്ട്രിക്റ്റ് ആയിരുന്നില്ല. പെൺകുട്ടികളെ മാർക്ക് കുറഞ്ഞാലും അമ്മ രമേശേട്ടനൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് അടിക്കും. പക്ഷെ ഞങ്ങൾക്ക് മാർക്കൊന്നും അമ്മയ്ക്ക് ഒരു വിഷയമേ ആയിരുന്നില്ല. മാർക്ക് കുറഞ്ഞ അടിക്കുക, പേപ്പർ കിട്ടുമ്പോ പേടി, ഇതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തിനായിരുന്നു അടിച്ചിരുന്ന് വെച്ചപ്പോഴും പല ടെൻഷനാ. നമ്മള് ചിലപ്പോ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടാവും പല ആൾക്കാരും ചോദിക്കുക എന്തിനാ കുട്ടികളെ ഒറ്റയ്ക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഈശ്വര ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആളില്ലല്ലോ അടുത്ത്. അന്നൊന്നും സുരേഷിനെ വിളിക്കാനൊന്നും ഒരു ഫോണൊന്നും ഇപ്പോഴാണ് വിളിക്കുക. അപ്പൊ ഒരു എഴുത്ത് ഈ കത്ത് കിട്ടിയപ്പോഴും ആ ഒരു കാലം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഇത് അറിയുള്ളൂ. സ്കൂളിലും കോളേജിലും എങ്ങനെയായിരുന്നു? പഠിപ്പിസ്റ്റായിരുന്നോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പഠിപ്പിസ്റ്റല്ലായിരുന്നു. പക്ഷെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്തു. ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നില്ല, പക്ഷെ എന്നാലും മാർക്ക് ഉണ്ടാവും. അങ്ങനെയല്ല, മാർക്ക് നമ്മൾ തോന്നി ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ മാർക്ക് കിട്ടി. ഞങ്ങളൊക്കെ തലേ ദിവസം പഠിക്കുന്നവരായിരുന്നു, പക്ഷെ മാർക്ക് ഉണ്ടാവും. പക്ഷെ ഞാനത് മിത്തുവിനോട് പറയുന്നില്ല. കാരണം 11:30 മണി വരെ പഠിച്ചിട്ട് രാത്രി നാളെ പരീക്ഷ എന്നിട്ട് പറയും 2:30 വിളിക്കണം. 2:30 വിളിക്കണം എന്ന് പറഞ്ഞാൽ നീക്കുമ്പോഴേക്കും 4 ആവും. എന്നിട്ട് അച്ഛനുള്ള സമയത്ത് അച്ഛൻ ചായ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ കപ്പ് ഇങ്ങനെ ഇരുന്ന് പ്രാവശ്യം കപ്പ് വീണ് പൊട്ടിയിട്ടുണ്ട്. ഉറക്ക കാരണം 1 മണിക്കൂറൊക്കെ ഉറങ്ങി എങ്ങനെ പഠിക്കാം. പക്ഷെ അങ്ങനെയായിരുന്നു പഠിപ്പ്. പക്ഷെ മാർക്ക് തരും. അതെന്താ അറിയോ, അവരും പറഞ്ഞിട്ട് കാര്യമില്ല, 7 മണിക്ക് പോകണം. ഞങ്ങളുടെ ആ ഒരു സ്കൂൾ സൈക്കിൾ ശരിയായിരുന്നില്ല. 7 ഞങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞ ഒരുപാട് ദൂരത്താ പഠിച്ചു. കാരണം അവിടെ ഇംഗ്ലീഷ് മീഡിയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല സ്കൂളായിരുന്നു പഠിക്കുന്നത്. ഇവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 5:30 വരാം. അപ്പൊ ആലോചിക്ക് ടയേർഡോ ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെ ഒരു ദോശ കഴിച്ചിട്ട് പോകും, രാത്രി
ഉച്ചയ്ക്കും 2 ദോശ തന്നെയാവും കൊണ്ടുപോവാ, വൈകുന്നേരം വന്ന ചോറുണ്ണും, പിന്നെ അങ്ങോട്ട് ടയേർഡ് ആവും. എങ്ങനെ പഠിക്കും കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയങ്ങൾ. അതിനെല്ലാം ഞാൻ ട്യൂഷൻ പോയിരുന്നത് 5:45. 10th ഞാൻ 5:45 ട്യൂഷൻ പോയിരുന്നത്. പിന്നെ വൈകുന്നേരം 6 മണിക്ക്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുത്തിയിരുന്ന് പഠിക്കലില്ല, പക്ഷെ എക്സാമിന്റെ സമയത്ത് മാർക്ക് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇന്നൊന്നും അതല്ലേ, ഒരുപാട് സൗകര്യങ്ങളായി വീട്ടിന്റെ പഠിക്കുന്ന കാലം. ഞാൻ വീണ്ടും ഡാൻസ് ചെയ്തപ്പോഴുണ്ടായ ഫീലിംഗ്, അവൾക്ക് ഇഷ്ടമുള്ള ഇതല്ലേ, അപ്പൊ അവള് എനിഷ്ടമാണ്, അവള് നന്നായി ചെയ്യുമെന്നും അറിയാം. അപ്പൊ പിന്നെ ആ ഇഷ്ടമുള്ള ഫീൽഡ് പിന്നെയും ചെയ്യണോണ്ട് എന്താ പ്രശ്നം? ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇങ്ങനെ ഇതിൽ കൂടെ കണ്ടിട്ട് ആ അഭിപ്രായങ്ങൾ കാണുമ്പോ ഞങ്ങൾക്ക് മനസ്സിലായി സന്തോഷം. അത് അന്ന് ആ ഗുരുവായൂർ വെച്ചുള്ളതായ ആയതിനെ ഞങ്ങള് മനസ്സിലാക്കി. എത്ര ആൾക്കാരാ ദൂരത്ത് നിന്ന് കാണാൻ വന്നിരുന്നു ഒരുപാട്. അതേപോലെ ഇപ്പൊ അവര് ഞങ്ങളെ വന്ന് കാണുമ്പോഴും ഒരു ഭയങ്കര ആ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം. ഇതില്ലായിരുന്നെങ്കിൽ ഇത് വന്നതിന് ശേഷം ചെയ്യുമ്പോ കുറച്ചും കൂടെ ആൾക്കാർ അറിയും എന്നുള്ള ഒരു സന്തോഷം. ഡാൻസ് അത് ഞങ്ങൾക്ക് തന്നെ ആ ഡാൻസ് കാണുമ്പോ ഭയങ്കര ഒരു. അച്ഛന്റെയും അമ്മയുടെയും നെയിം എന്താണ്? അച്ഛൻ സുരേന്ദ്രൻ, അമ്മ പാർവതി. അമ്മയെ പേടി ഉണ്ടായിരുന്നോ? കൂടുതൽ കിട്ടിയിട്ടുള്ള പണിഷ്മെന്റ് അടി? നല്ല അടിയായിരുന്നു. പേടി പറഞ്ഞാൽ തന്നെ അടി കിട്ടുന്നുള്ള പേടി. നല്ല അടിച്ചിരുന്നു അമ്മ. അടിക്കുമ്പോ ഓടും. ഓടാനൊന്നും പറ്റില്ല, കിട്ടി വാങ്ങ തന്നെ. അതായിരുന്നു. സ്വപ്ന ടീച്ചിങ് ജോബ് വിട്ട് വ്ളോഗർ ആയപ്പോൾ ആദ്യ പ്രതികരണം എന്തായിരുന്നു അച്ഛന്റെ അമ്മയുടെ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവനു ഇഷ്ടമുള്ള ജോബ് ചെയ്യാ, അതെ, വെറുതെ ഇരിക്കരുത്, അത്ര ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ജോബ് ചെയ്യാം. അതപ്പോ രമേശ് പറഞ്ഞു അതന്നെയാണ്, വെറുതെ ഇരിക്കാൻ പാടില്ല, എപ്പോഴും ആക്റ്റീവായി ഇരിക്കണം. അതുകൊണ്ട് അവളത് ചെയ്യാൻ സമയത്തേ ഞാൻ പറയും ജോലി 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 ജോലി. അപ്പൊ ഇവര് ചിരിക്കും. ജോലി എടുക്കുക. അന്നിപ്പോ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് MSc അല്ലെ, MC അച്ഛൻ കൊറേ പറഞ്ഞു MCAക്കോ MBAക്കോ ഏതിന് വേണമെങ്കിലും പോയിക്കോ, കിട്ടിയിട്ടേ പോയി. പക്ഷെ ആ സമയത്ത് പൈലറ്റ് അല്ല, എയർഹോസ്റ്റസ് അങ്ങനെ അയാളുടെ പോയിട്ട്. പക്ഷെ പറഞ്ഞ പോലെ പിന്നെ എന്താ കല്യാണം കഴിഞ്ഞു, അങ്ങനെ അങ്ങനെ ഇത് അവിടെ എത്തി. അതാണ് സംഭവം. അച്ഛൻ എന്തായിരുന്നു ജോലി? അടുത്ത ക്വസ്റ്റ്യൻ. അച്ഛൻ ഷിപ്പിലായിരുന്നു. പിന്നെ കുറെ പേര് ചേച്ചിക്ക് കൂടുതൽ ആ പേടി ഉണ്ടായിരുന്നു അച്ഛനെയാണോ അമ്മയാണോ? അമ്മേനെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സ്വപ്ന, നിങ്ങൾ ജാതകം നോക്കിയാണോ വിവാഹം കഴിച്ചത്? ജാതകം നോക്കത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? എന്റെ ജാതകം നോക്കിയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ട് ജാതകം നോക്കിയിട്ടില്ല. ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ അടിമയായിട്ടിരിക്കില്ല, അങ്ങനെ എപ്പോഴും എന്നിലുണ്ടായ കാര്യങ്ങൾ ഞാൻ ഫുള്ള് വിശ്വസിക്കും. ചെറുപ്പം മുതലേ അത് ഓരോരുത്തരുടെ ഇതാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവും. അച്ഛന്റെ ഇതില് വിശ്വാസമുണ്ട്. അങ്ങനെ അതിപ്പോ വേണമെങ്കിൽ അറിയില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതിപ്പോ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ ചോദിക്കുന്ന പോലെ. അതിപ്പോ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയായി തോന്നും, വിശ്വാസം ഇല്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ. വണ്ടർലാൻഡ് ചാനൽ ഏറ്റെടുത്ത സംഭവം, അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ്. വണ്ടർലാൻഡ് അല്ല, ഫുഡ് വേൾഡ് നമ്മൾ ഏറ്റെടുത്ത ഒരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ? അമ്മ സംസാരിക്കുന്നത് കാണുമ്പോൾ അതിശയമായിരുന്നു, കാരണം അധികം സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സംസാരിക്കാൻ ചമ്മലുണ്ടായിരുന്നു. അത് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അമ്മ തീരെ സംസാരിക്കില്ല, അച്ഛൻ സംസാരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. അമ്മ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ശരിക്കും. പക്ഷെ ക്യാമറയുടെ മുന്നിൽ അമ്മയ്ക്ക് പിന്നെ അമ്മ അങ്ങനെ ക്യാമറയുടെ മുന്നിൽ അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കാനും അറിയില്ല. പക്ഷെ ഞാനും അച്ഛനൊക്കെ ഒരുപോലെ, ഞങ്ങള് ക്യാമറയുടെ മുന്നിൽ നന്നായി സംസാരിക്കും, പക്ഷെ പുറത്ത് സംസാരിക്കില്ല. അത് ഓരോരുത്തരും ഓരോ പോലെയാണ്. അതൊരു ബാധ്യത അല്ല കേട്ടോ, അത് എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതെ, ആൾക്കാരും വന്ന് അങ്ങനെ പറയും, അങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ പാർവതി എന്താ പറഞ്ഞത് ഉണ്ടാക്കി നല്ല സക്സസ് ആയി എന്നൊക്കെ പറയുമ്പോ നമുക്കതൊരു സന്തോഷം. ഒരാൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ല നമ്മൾ ചെയ്തത് അവര് ചെയ്തു എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോ എത്ര ആൾക്കാർ അതൊരു ഇതാണ്. അതെ, അപ്പൊ ഞങ്ങള് ചാനല് തുടങ്ങിയോണ്ടല്ല. അതൊരു ബാധ്യതയില്ല, നല്ല രസമായിട്ടുള്ളൊരു സംഭവമാണ്.
അപ്പൊ അവര് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നാലും എവിടെ പോയാലും അവർ ആ വീഡിയോ മുടങ്ങാതെ എടുക്കണത്. കാരണം അവർക്ക് നല്ല ഇഷ്ടമാണ്. ചിലതിന് വ്യൂസ് കുറയും, പക്ഷെ എന്നാലും അത് പിന്നെ ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ. ഇപ്പൊ ചാനലുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതൊരു ടൈം പാസ് നമുക്കറിയാം. പിന്നെ എനിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. അപ്പൊ അതും ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ എന്നോട് കുറെ ആൾക്കാര് വീട്ടിന്റെ അടുത്തുള്ളവര് പറഞ്ഞത് എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇപ്പഴാ മനസ്സിലായത് കേട്ടോ. ഇത് ഇത്രയും ഒരു എന്താ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോ അത്രയും വലിയൊരു ഇതാണ്. ഇത് എഡിറ്റ് ചെയ്യലൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ ഭയങ്കര ഇത് വിഷമം പിടിച്ച ഒരു ഇതാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവും. 1.5 മണിക്കൂർ ഉണ്ടാക്കാവുന്ന പാചകമൊക്കെ ചിലപ്പോ 4 മണിക്കൂർ സമയം. അതാണ്. ഇപ്പൊ എഡിറ്റിങ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു സ്വപ്ന ഇങ്ങനെ എനിക്കാണെങ്കിൽ വേഗം ചെയ്ത് തീർക്കണല്ലോ. അപ്പൊ സ്വപ്നം ഒരു അമ്മ ചെയ്യല്ലോ, അത് ഞാൻ എടുക്കട്ടെ അമ്മ എന്താ വെച്ചാൽ വേഗം ഭക്ഷണം ഉണ്ടാക്കണ പോലെ എടുക്കും. അപ്പോഴേക്കും പകുതി സാധനം മിസ്സായി. ക്യാമറ എടുക്കുന്ന ആൾക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ ഇതെങ്ങനെയാ. അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായി. അതായത് എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ഈസി അല്ലേ നിങ്ങൾ ഫുഡ്. അത് ശരിക്കും ഒരു ജോലി തന്നെയാണ്. കാരണം ഫ്ലാറ്റിൽ അടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നാട്ടിൽ അതുപോലെയല്ല. നാട്ടില് നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അതിനിടയിൽ നമുക്ക് നിർത്തിവെക്കാൻ പറ്റുമോ? ഓഫ് ചെയ്ത് പോണ്ടേ. അപ്പൊ ആ ടൈമിംഗ് ഒക്കെ ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഫ്രണ്ടിലെ വാതിലടച്ചാൽ ഞങ്ങള് ഷൂട്ടിങ്ങിലാണ്. ഇപ്പൊ ആൾക്കാരും അതിനായിട്ടുള്ള ആരും വരില്ലല്ലോ. ഞങ്ങളവിടെ 6 മണി മുതൽ തുടങ്ങും. ഒക്കെ വരാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചി ഷൂട്ടിങ്ങിലാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ അതിപ്പോ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അവർക്ക് മനസ്സിലായി തുടങ്ങി ഇങ്ങനെയാണ്. മറ്റത് ഭയങ്കര ഞങ്ങൾക്ക് അതിനായിട്ട് ഇരിക്കാൻ പറ്റില്ല. സമയം കിട്ടുമ്പോ 2-3 കൊടുക്കുക. അതെ. അതുകൊണ്ട് ചിലപ്പോ മിസ്സാവും ചില ദിവസങ്ങളിൽ. അപ്പൊ ഇനി അധികം കാര്യമായിട്ടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറെ നേരം നമ്മള് ഒരു ഇതൊക്കെ ചോദിച്ചു. ലാസ്റ്റ് എന്താ വെച്ചാൽ സ്വപ്ന ആദ്യമായിട്ട് ഉണ്ടാക്കി ഫ്ലോപ്പായ ഡിഷ്. അതെന്തായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അത് ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല. പക്ഷെ മുട്ടച്ചോറ് അതെന്താ വെച്ചാ ഒരു പ്രായമാകുമ്പോ നമുക്ക് ഇവരിക്കിന് കല്യാണങ്ങൾക്കൊന്നും പോകുമ്പോ നമുക്ക് പോവാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഞാനും ഗീതും പറഞ്ഞു ഞങ്ങള് കല്യാണത്തിന് വരില്ല. അന്ന് അച്ഛൻ നാട്ടില് വന്ന സമയം. അപ്പൊ അവര് പറഞ്ഞു ഫുഡൊന്നും ഉണ്ടാക്കില്ല, കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗീതുവിനോട് പറഞ്ഞു നീ പേടിക്കണ്ട, നിനക്ക് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഞാൻ മുട്ടച്ചോറ് ആദ്യമായി ലൈഫിൽ, അന്ന് യൂട്യൂബ് ഒന്നും ഇല്ല, എത്ര 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയിട്ടുള്ളൂ, മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുത്തു. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായിച്ചാ ഒരു 50 ആൾക്ക് കഴിക്കാനുള്ള ചോറ് വെച്ചു. കാരണം അളവെടുക്കാറില്ലല്ലോ. അവര് വന്ന് നോക്കിയപ്പോ ഇന്ന് കഴിച്ചാലും കഴിയില്ല, നാളെ കഴിച്ചാലും കഴിയില്ല, 1 മാസം കഴിച്ചാലും കഴിയാത്ത അത്ര മുട്ടച്ചോറ് ഉണ്ടാക്കി വെച്ചു. അല്ലേ? അതെല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. ഫുഡ് ഫ്ലോപ്പ് ആയതല്ല, അരിയും ഇട്ട് എടുക്കല്. കാരണം നമ്മള് കയ്യെ ഇത്ര പോകുന്ന അരി ഇത് പെരുക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് പൊട്ടി അരി. അതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഇത് എപ്പോഴും പറയോ മുട്ടച്ചോറിന്റെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കരുത്. കാരണം അവളെ കഴിക്കുന്നതൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, അവളെ ഞാൻ പാവം ഇരുന്ന് തീറ്റിപ്പിച്ചു ആ ഫുള്ള് മുട്ടച്ചോറ്. അപ്പൊ അതാണ് മുട്ടച്ചോറിന്റെ ഒരു സംഭവം. ഇപ്പൊ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അല്ല കഴിഞ്ഞു എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പൊ എല്ലാം കവർ ചെയ്തു. അപ്പോ നിങ്ങളെല്ലാവരും ചോദ്യം ചോദിച്ചാല് എന്തായാലും സന്തോഷം. എല്ലാവരുടെയും ഇതൊക്കെ മാറി, കൺഫ്യൂഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാവുന്ന വിചാരിക്കണം അല്ലെ? എൻജോയ് ചെയ്തോ നിങ്ങളെ സെഷൻ? അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങള് സൂപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കുറെ ഒക്കെ ഇവർക്ക് അറിയാം അല്ലെ? അതായത് ഇപ്പൊ ഞാനും രമേശേട്ടനും കൂടിയിട്ടുള്ള Q&A അല്ലേ കണ്ടിട്ടുള്ളൂ. അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ടുള്ള, അതായത് ഇതിന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ പറഞ്ഞു. ഒരുവിധം ഞങ്ങളെ പറ്റിയിട്ടുള്ള എന്നെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതെ, എങ്ങനെയായിരുന്നു കുറുമ്പി ആയിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കുറെ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇപ്പത്തൊക്കെ ഇന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് എങ്ങനെയായിരുന്നു. പക്ഷെ പണ്ട് ഇപ്പോഴും ഞാൻ വലിയ യൂട്യൂബർ ആയതിനുള്ള വ്യത്യാസം ഈ സംസാരിക്കുന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസം അത്ര വലിയൊരു വ്യത്യാസമുള്ള ക്യാരക്ടറിൽ വന്നിട്ടില്ല കേട്ടോ. സംസാരിക്കുന്ന പറഞ്ഞാല് നിങ്ങളെ പറയുന്ന പോലെ ക്യാമറയിലത്തെ അത്ര സംസാരം ഞാൻ പുറത്ത് ഉണ്ടാവില്ല. അവള് അത്രയും ക്ലോസ് ആയ മാത്രമേ സംസാരിക്കുള്ളൂ. എന്റെ മാതിരി ഒരാളെ കാണുമ്പോഴേക്കും ചാടി വീഴാൻ സുരേട്ടനും ഇല്ല കേട്ടോ. അത് അച്ഛനും അങ്ങനെയാണ്. അച്ഛൻ പക്ഷെ
അച്ഛനും നല്ല മാറ്റല്ലേ അച്ഛന് മാറ്റം വന്നു. അച്ഛൻ ഷിപ്പിലായിരുന്ന സമയത്ത് അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നില്ല. തീരെ വർത്താനം പറഞ്ഞിരുന്നില്ല. ഇപ്പൊ അച്ഛനും മാറ്റം വന്നു. അതെ. അപ്പൊ അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന ഏക മാറ്റം എന്ന് പറയുന്നത്. കുറച്ച് നാലാളെ കാണുമ്പോ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇതായി മാറി, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടെ ഇതിൽ വേറെ ഒരു മാറ്റവും പണ്ട് മുതൽ ഇപ്പൊ മുതൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ Q&A. നിങ്ങൾ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇപ്പൊ അച്ഛനമ്മയും ഞങ്ങള് ഇനി 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ ഇവിടെ. നാട്ടിലേക്ക് പോവാണ്. അതെ, അറിയാലോ. ഇനിയും വീണ്ടും ഞങ്ങളുടെ ഫുഡ് വേൾഡ് സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ പ്രോത്സാഹനം തരാം. അതെ, ഫുട്ബോൾ ചാനൽ ഇവർക്ക് പ്രോത്സാഹനം കൊടുത്താലാണ് ഇവർക്ക് വീഡിയോ കൊടുക്കാറ്. ഇവര് രണ്ടുപേരും മാത്രമാണ് അത് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഒരാളുടെ സപ്പോർട്ട് ഇല്ല. ക്യാമറ ആണെങ്കിലും അതില് ഒരുപാട് മിസ്റ്റേക്കുകൾ ഇപ്പോഴും ഉണ്ടാവും. കാരണം ഇപ്പോഴും ഇവര് എന്നെ കളിയാക്കും, ക്യാമറ പിടിക്കാൻ അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മിസ്റ്റേക്സ് എന്താണ്, ഒരാള് ധൃതി കൂടുതലാണ്, മറ്റാള് എടുക്കുന്ന പൊസിഷൻ ശരിയല്ല. അപ്പൊ കൊറേയൊക്കെ ശരിയാക്കി വന്നു കേട്ടോ. കൊറേയൊക്കെ ശരിയായി. എന്നിട്ട് നമ്മള് പക്ഷെ ആരും ഇതിനെ പറ്റി ഇതേവരെ വ്യൂവേഴ്സ് കംപ്ലൈന്റ് പറഞ്ഞില്ല. ഞങ്ങള് പറയുന്നല്ലാതെ ഇതുവരെ ഒരു ആള് പോലും മോശമാണ് നിങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പലതിലും ഞാൻ വായിച്ചിട്ടുണ്ട്. വീഡിയോസ് ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ നിങ്ങളുടെ ഇത് കാണാറില്ല. അത് ശരിയാ. ഇതിന്റെ എങ്ങനെയുണ്ട് മറ്റേ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇവരെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഡൗൺ ആക്കിയിട്ടില്ല. ഞങ്ങളാണ് പിന്നെയും അത് ഒറ്റ പേര് ഇത്രയും കാലം എത്ര വ്യൂവേഴ്സ് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരാളും ഇത് പറഞ്ഞിട്ടില്ല നിങ്ങൾ പിടിക്കുന്നത് ശരിയല്ല, എടുത്തത് ശരിയല്ല. പക്ഷെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിന് വളരെയധികം ഞാൻ താങ്ക്സ് പറയട്ടെ. കാരണം ആരും ഒന്നും അങ്ങനെ കാരണം ഞങ്ങൾക്ക് അത്രേ അറിയുള്ളൂ. ഇനിയിപ്പോ ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ ഫോട്ടോഗ്രാഫി അതൊന്നും ഇനിയിപ്പോ നടക്കാം. പക്ഷെ ഒരുപാട് മനസ്സിലുണ്ട്. പിന്നെ അത്ര ഇതൊക്കെ തന്നെ ഫോണും പിന്നെ ഇതിലൊക്കെ കഴിഞ്ഞ ഫോണുകളുടെ വ്യത്യാസം. അത്ര ഞാൻ പറഞ്ഞില്ലേ പ്രൊഫഷണൽ അല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഫോണുകളൊക്കെ കൈകാര്യം ചെയ്ത് എല്ലാം ശരിയോ എല്ലാം ശരിയോ. നമ്മളിങ്ങനെ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഇനിയും ഫ്യൂച്ചറിലും അങ്ങനെ ഉണ്ടാകുക. അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവർക്കും ഒരിക്കൽ താങ്ക് യു.